ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ പൂർണ്ണ രൂപം പുറത്ത്. വിദേശ മലയാളിയായി യുവതിയെ കാണാനാണ് ഹോട്ടലിൽ എത്തിയത്. മെത്താഫെറ്റമിനും കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്നും താരം സമ്മതിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലഹരി എത്തിക്കാൻ ഇടനിലക്കാരുണ്ടെന്നും മൊഴിയിലുണ്ട്. ഷൈനിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ചിലരുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണെന്നും കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജിജീഷ് തുടരുന്നുണ്ട്. ജിജീഷ്, ഈ ഒരു ഘട്ടത്തിൽ ഷൈനിന്റെ മൊഴി എത്രത്തോളം പോലീസ് വിശ്വാസത്തിലെടുക്കുന്നു എന്നതാണ് വളരെ പ്രാധാന്യം. ഇടനിലക്കാരുണ്ട് ലഹരി എത്തിച്ചു നൽകാൻ സിനിമാ സെറ്റുകളിൽ എന്നൊരു വലിയ വെളിപ്പെടുത്തലാണ് ഷൈൻ നടത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചതാണ്. നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ദേവിക പറഞ്ഞതുപോലെ തന്നെ വിശദമായ ഒരു മൊഴി തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേതായി പോലീസ് രേഖപ്പെടുത്തിയത്. അതിൽ ചില വിവരങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരുന്നത് എങ്കിൽ ആ മൊഴിയുമായി ബന്ധപ്പെട്ട പൂർണ്ണ രൂപം അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിരിക്കുന്നത് ഹോട്ടലിലെത്തിയത് വിദേശ മലയാളിയായ ഒരു യുവതിയെ കാണുന്നതിന് വേണ്ടിയാണ്. അവിടെ വെച്ചാണ് അവർ കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ അത് പ്രാഥമികമായി തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും ആ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് മെത്താഫെറ്റമിനും കഞ്ചാവും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അത് വാങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഇടനിലക്കാർക്ക് താൻ പണം നൽകിയിരുന്നു. അത് ഗൂഗിൾ പേ വഴിയാണ് ആ പണം നൽകിയിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ഷൈൻ ടോം ചാക്കോ ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെല്ലാമാണ് ഈ പണം നൽകിയിരിക്കുന്നത്, ആർക്കെല്ലാമാണ് പണം നൽകിയിരിക്കുന്നത്, ഏതെല്ലാം ദിവസങ്ങളിലാണ് പണം നൽകിയത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിലാണ് പ്രധാനമായും ഈ ഗൂഗിൾ പേ വഴി നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് യുവതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ്. ആ സ്ത്രീയുമായി ആ യുവതിയുമായി അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട് ഷൈൻ ടോം ചാക്കോ. താൻ മറ്റ് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഭയപ്പെട്ടത് കൊണ്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയതെന്ന കാര്യമായിരുന്നു ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിരുന്നത്. ചില ഗുണ്ടകൾ ആക്രമിക്കാൻ എത്തുമെന്ന ഒരു ഭയപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് താൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. അവരിൽ ആരോ ആണ് വന്നതെന്നാണ് കരുതിയത് എന്നെല്ലാമായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തന്നെ തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് പ്രധാനമായും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അത് പോലീസിനെ ആയിരുന്നു അറിയിക്കേണ്ടത്. അവിടെ നിന്ന് ഓടിപ്പോയതിലെ ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും പറയുകയും ചെയ്തു. മാത്രമല്ല ലഹരി ഇടപാടുകാരൻ സജീർണമായ അന്വേഷണം കൂടുതൽ ശക്തമായ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കൂടുതൽ ശക്തമായ അന്വേഷണത്തിന് ഈ സജീറിന്റെ മൊഴികൾ അല്ലെങ്കിൽ സജീറിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. മറ്റു ചില ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി പൂർണ്ണമായും ഷൈൻ്റെ മൊഴികൾ വിശ്വാസത്തിലെടുത്തല്ല അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അത് വിശ്വാസതക്കുറവോ തോന്നുകയാണെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പ്രധാനമായും കടക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പോലീസ് ലക്ഷ്യം വെക്കുന്നത് ലഹരി വ്യാപന ശൃംഖലയിലെ മുഖ്യകണ്ണിയും ലഹരി വിതരണക്കാരനുമായ സജീറിലേക്കാണ്. സജീർ MDMA, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഫോർട്ട് കൊച്ചി സ്വദേശിയായ സജീർ MDMA, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. സിനിമാക്കാർക്ക് ലഹരി എത്തിക്കുന്ന മുഖ്യ സൂത്രധാരനായ സജീർ ബാംഗ്ലൂർ, ഡൽഹി, ഗോവ എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അപൂർവമായി മാത്രമാണ് കേരളത്തിൽ എത്തുന്നത്. പോലീസിന്റെ കയ്യിലും കാര്യമായ വിവരങ്ങൾ ഇയാളെക്കുറിച്ചില്ല. എന്നാൽ അന്താരാഷ്ട്ര ലഹരി മാഫിയയെ മലയാള സിനിമയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടനിലക്കാരനാണ് സജീർ എന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട്. ലഹരി കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് സജീറിന്റെ വിവരവും ഫോൺ നമ്പരും പോലീസിന് ലഭിച്ചത്. സജീറിനെ പിടികൂടാൻ ഡാൻസ് ഓഫ് സംഘം തിരച്ചിലായിരുന്നു. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നോർത്ത് പാലത്തിന് സമീപമാണ് ലൊക്കേഷൻ കിട്ടിയത്. ഇതിന് 200 മീറ്റർ ചുറ്റളവിൽ ലൊക്കേഷൻ കാണിച്ചതിനെ തുടർന്നാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഹോട്ടലിൽ പോലീസ് സംഘം പരിശോധനയ്ക്കായി എത്തിയത്. ഹോട്ടലിലെത്തിയപ്പോഴാണ് ഷൈൻ ടോം അവിടെ മുറിയെടുത്തതായി കണ്ടത്. ഇതോടെ പോലീസിന് സംശയം കൂടുകയും മുറിയിൽ പരിശോധിക്കുകയുമായിരുന്നു. സിനിമാക്കാരുമായി സജീറിനുള്ള അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഈ പരിശോധന. വർഷങ്ങളായി ലഹരി ഇടപാട് രംഗത്തുണ്ടെങ്കിലും സജീറിന്റെ പേരിൽ കേസുകളൊന്നുമില്ലെന്നാണ് വിവരം. സജീറിനെ പിടികൂടാൻ കൊച്ചിയിലെ എക്സൈസ് സംഘവും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.
സജീറുമായുള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് പോലീസ് ഷൈനെ അറസ്റ്റ് ചെയ്തത്. സജീറും ഷൈനും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ആലപ്പുഴയിൽ പിടിയിലായ ലഹരി ഇടപാടുകാരിയായ തസ്ലീമയിൽ നിന്നാണ് സജീറിന്റെ വിവരങ്ങൾ പോലീസിന് പ്രധാനമായും ലഭിച്ചതെന്നാണ് സൂചന. സജീറിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട്. ജനം, കൊച്ചി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ ഇന്ന് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. റിമാൻഡിൽ കഴിയുന്ന തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഫിറോസ് എന്നിവരെയാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുക. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇവരുമായി ബന്ധമുള്ളവരെ വിളിച്ചു വരുത്താനാണ് എക്സൈസിന്റെ നീക്കം. കഴിഞ്ഞ വർഷം നവംബറിലെ മാത്രം കണക്കുകളിൽ 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ലഹരി മാഫിയ കടത്തിയത്. ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരി കൂടി കലർത്തിയാണ് വിതരണം. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസും DRIയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് പ്രധാനമായും എത്തുന്നത് മലേഷ്യയിൽ നിന്നും തായ്വാനിൽ നിന്നുമാണ്. പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് പരിപാലിച്ചാണ് ഉൽപ്പാദനം. എക്സൈസും ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ പിടികൂടുന്നുണ്ട്. സേനാബലവും സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് എക്സൈസിനെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. 5 പോലീസ് സ്റ്റേഷൻ പരിധികൾക്ക് ഒരു എക്സൈസ് റേഞ്ചാണുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിന്റെ CDRും മറ്റു വിവരങ്ങളും പോലീസ് വഴി മാത്രമാണ് എക്സൈസിന് ലഭിക്കുന്നത്. എന്നാൽ ലഹരി ഇടപാടുകൾക്കെതിരെ ശക്തമായി നീങ്ങുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സുനു സി പറഞ്ഞു. റേഞ്ചിന്റെ അധികാരപരിധിയിൽ 4ഉം 5ഉം പോലീസ് സ്റ്റേഷൻ വരെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 4-5 പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിക്കുള്ളിൽ ഒറ്റ എക്സൈസ് റേഞ്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. റേഞ്ചിൽ മാക്സിമം 15 പേരോളം ഉള്ള സ്റ്റാഫ് മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്നാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം കേസുകൾ കണ്ടെത്താൻ എക്സൈസിന് കഴിയുന്നത്. CDRും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ലഭ്യമാകാനുള്ള നിയമം ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ പോലീസിൽ നിന്ന് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു മൊബൈൽ നമ്പർ കിട്ടിയാൽ തന്നെ അതിനെ ട്രേസ് ചെയ്യാനും അതിൻ്റെ CDR എടുക്കാനും എല്ലാം നമുക്ക് കഴിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ലാഗിങ് അതിലുണ്ടാവും. അന്വേഷണത്തിന് പെട്ടെന്ന് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ പ്രതിയെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. ചതുരക്കട്ടകളായി കടത്തിക്കൊണ്ടുവന്ന് ചെറിയ ഉരുളകളാക്കിയാണ് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത്. കൊറിയറുകളായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട്. പോലീസും എക്സൈസും പ്രത്യേകമായി നടത്തുന്ന പരിശോധനകളിലും നിരവധി ലഹരി കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ജനം, കൊച്ചി.